കൂടുതൽ നാറണോ എന്ന് സനീഷിന് തീരുമാനിക്കാം എന്ന് അവസാനിപ്പിക്കുന്ന ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ ആഹാ എന്നാ പിന്നെ അതൊന്ന് അറിയണമല്ലോ എന്നൊരു ജിജ്ഞാസയുണ്ടായി വന്നു. രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കാസർഗോഡ് കുമ്പള അകരിയാപ്പടി PO HM മൻസിലിൽ മുഹമ്മദ് കുഞ്ഞി മകൻ നിയാസുദ്ദീൻ എന്ന 36 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. മാനനഷ്ടമുണ്ടാക്കി ആക്രമിക്കാനാണ് ശ്രമം എന്ന് പരാതി എഴുതി കൊടുത്തു. ഇവനൊരു സാഹിത്യ തൽപരനാണ്. കുറച്ച് എഴുത്തും വായനയുമുള്ള പെണ്ണുങ്ങളായിട്ടുമായിരിക്കും വർത്താനം. സാഹിത്യ ഭാഷയിലായിരിക്കും ആ പഞ്ചാരടി. ഇങ്ങനെ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ലോജിക്ക് ഇട്ടിട്ട് ഒരടി അടിച്ചു നോക്കിയതാണ് മാങ്കൂ സംഘം. പനി നീർജാശാല നീന്തുന്ന ഇവരുടെ തലച്ചോറ് മുട്ടുസൂചി മുട്ടിൻ്റെ വലുപ്പമത്രേ ഉള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJPക്കാരും വൻ തിരക്കിലായിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾക്കും ആ തിരക്കുള്ള കൊണ്ട് ഇപ്പോൾ ഈ കാണുന്നതിലപ്പുറം പോസ്റ്റും പ്രതികരണവും ഇനി ഒന്നും തന്നെ ഉണ്ടാകില്ല എന്ന് നേരത്തെ അറിയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിയാസ് മലബാരിക്കെതിരെ വലിയ വെല്ലുവിളിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് സനീഷ് ഇളയടത്ത്. പക്ഷേ സനീഷിന് ഒരു കാര്യം ഉറപ്പായിരുന്നു. എന്താണ്? നാറും, നല്ല ഒന്നാം തരം നാറുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് സനീഷ് നിയാസിനെതിരെ പരാതി കൊടുത്ത് വന്നിട്ട് അത് ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ സനീഷ് എന്ത് ചെയ്തു? ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സ് പൂട്ടിയിട്ടാണ് ഈ പറയുന്ന സനീഷ് എന്ത് പറയുന്നത്? വെല്ലുവിളി നടത്തുന്നത്. കൊള്ളാം. സനീഷിൻ്റെ ആ ഒരു ബോധ്യം എനിക്ക് വല്ലാതെ പിടിച്ചിട്ടുണ്ട്. കാരണം സനീഷിന് ആ ബോധ്യമുള്ളത് കൊണ്ടാണ് നാറും അത് തൻ്റെ ഇൻബോക്സിൽ തന്നെ നാറണ്ട എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തിന് പുറത്താണ് സനീഷ് എന്താക്കിയിരിക്കുന്നത്? കമൻറ്റ് ബോക്സ് പൂട്ടിയിട്ടുള്ള ഈ വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. എന്നാൽ നിയാസ് മലബാരി ആരാ മോനെ? സനീഷ് ഒരു പരാതി കൊടുത്തപ്പോഴേക്കും എന്തുണ്ടായി? നിയാസ് മലബാരി തിരിച്ചും ഒരു മറുപടി അടിച്ചു. എന്താ മറുപടിയിൽ പറയുന്നത് ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിയാസ് മലബാരി ഒളിമ്പ്യൻ അന്തോണി ആദത്തിലെ ജഗതിയുടെ ഒരു ഫോട്ടോ ഒളിമ്പ്യൻ അന്തോണി ആദത്തിലെ ഇങ്ങനെ പറിച്ചിട്ട് മൂപ്പര് ഇങ്ങനെ നോക്കിയിട്ട് എനിക്കിതാണെന്ന് പറയുന്നൊരു രംഗമുണ്ട്. അത് വെച്ചുകൊണ്ട് ആ ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് ഈ പറയുന്ന നിയാസ് മലബാരി എഴുതിയ ഒരു കുറിപ്പ് വളരെ ഒരൊറ്റ സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. സനീഷ് ഇളയടത്ത് പരാതി കൊടുത്ത വിവരം അറിഞ്ഞ അരിയപ്പാടി PO HM മൻസിൽ മുഹമ്മദ് കുഞ്ഞിമഹൻ മുഹമ്മദ് നിയാസുദ്ദീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ്പ്രഷൻ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ജഗദീഷ് ശ്രീകുമാർ അങ്ങനെ പൂട പറിച്ചിട്ട് എനിക്കിതാണെന്ന് പറയുന്ന ഒരു സീനിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവാത്തത് എടോ ചങ്ങാതി ഇത് എവിടുന്ന് ഇങ്ങനെ ഈ ഫോട്ടോ ഒക്കെ കിട്ടുന്നത് എന്നുള്ളതാണ്. ഇപ്പം എന്താണെങ്കിലും സനീഷ് ഞെട്ടിയിട്ടുണ്ട്. സനീഷിന് ഞെട്ടൽ മാത്രമല്ല, സനീഷിന് ഒരു കാര്യവും മനസ്സിലായിട്ടുണ്ട്. സനീഷ് കരുതി ഈ പോയിട്ടൊരു പരാതി മാനനഷ്ടം ഉണ്ടാക്കി ആക്രമിക്കാനാണ് പദ്ധതി എന്നുള്ള രീതിയിലൊരു പരാതി അങ്ങ് കൊടുത്താൽ എല്ലാവരും വാലും ചുരട്ടി മാളത്തിൽ ഒളിക്കുമെന്ന് സനീഷ് കരുതി. പക്ഷേ അങ്ങനെ സനീഷ് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് സനീഷിന് തെറ്റി എന്നുള്ളതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലേ? സനീഷിന് തെറ്റി. സനീഷ് വെല്ലുവിളിയൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ കമൻറ്റ് ബോക്സ് ഒന്ന് തുറന്നു വെക്കാനുള്ള ആർജവം കാണിക്കണമായിരുന്നു. അത് സനീഷ് കാണിച്ചില്ല. എന്തേ സനീഷ് ഈ കമൻറ്റ് ബോക്സ് പൂട്ടിപ്പോകാനുള്ള കാരണം സനീഷിനറിയാം. സനീഷ് കമൻറ്റ് ബോക്സ് തുറന്നു വെച്ച് വെല്ലുവിളി നടത്തിയാൽ സനീഷിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നുകൊണ്ട് സനീഷിൻ്റെ ചരിത്രങ്ങൾ ഓരോന്നായിട്ട് ചെകഞ്ഞ് പുറത്തെടിക്കുമെന്നുള്ള കാര്യവും സനീഷിനറിയാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് സനീഷ് ഈ പറയുന്ന കമൻറ്റ് ബോക്സ് പൂട്ടിയിട്ടാണ് സനീഷ് മാങ്കൂട്ടം ഫാൻസിനെയും അതുപോലെ നിയാസ് മലബാരിയെയും കോൺഗ്രസിനെയും ഒക്കെ വിമർശിക്കും. പക്ഷേ സനീഷിനെന്താണ് ഈ കുണ്ടി തീട്ടില്ല. എന്താ കാര്യം? സനീഷ് കമൻറ്റ് ബോക്സ് പൂട്ടി വെച്ചിട്ടാണ് വിമർശനങ്ങളൊക്കെ. എന്നാൽ പിന്നെ തൻ്റെ വിമർശനങ്ങളെ താൻ വിമർശിക്കുന്ന പോലെ തന്നെയും വിമർശിക്കാൻ ബാക്കിയുള്ളവർക്ക് അധികാരമുണ്ടെന്ന് കരുതിയിട്ട് അതങ്ങ് വകവെച്ച് കൊടുത്തിട്ട് ആ കമൻറ്റ് ബോക്സ് ഒന്ന് തുറന്നു വെക്കടാ സനീഷ. നിന്റെ ലീലാവിലാസങ്ങൾ ഓരോന്നായിട്ട് പൊതുസമൂഹം ഒന്ന് അറിയട്ടെ, ജനമൊന്ന് ചർച്ച ചെയ്യട്ടെ. നീ
രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ധാർമ്മികതയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അർഹതയും അയാളുടെ അവകാശവും അയാൾ എന്ത് ചോദിക്കണം, അയാൾ എന്ത് പറയണം, അയാൾ എന്ത് പ്രതികരിക്കണം എന്നൊക്കെ തീർച്ചപ്പെടുത്താൻ എടോ സനീഷേ, നിന്നെ ഉണ്ടാക്കിയ നിൻ്റെ തന്തയൊന്നല്ല രാഹുലിൻ്റെ തന്ത. അപ്പം നിൻ്റെ തന്ത തന്നെയായിരുന്നു രാഹുലിൻ്റെ തന്തയെങ്കിൽ നിനക്ക് ഒരു രക്തബന്ധം പറഞ്ഞിട്ടെങ്കിലും അയാളെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ നൽകായിരുന്നു. ഇതിപ്പോൾ അതല്ലാത്തത് കൊണ്ട് നീ നിൻ്റെ വീട്ടിലിരിക്കുന്നവരോട് പോയി പറയും. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ആര് സപ്പോർട്ട് ചെയ്താലും ഇവർക്കൊക്കെ വലിയ ക്രിമികടിയാ. എന്താ കാര്യം? എന്നിട്ട് എന്താ വിളിക്കുക അറിയാമോ? ഈ മാങ്കൂട്ടം ഫാൻസ്, മാങ്കൂട്ടം ആർമി, മാങ്കൂട്ടം ഫാൻസ് എന്നൊക്കെയാണ് അവരെ വിളിക്കുക. എന്താ കാര്യം? എന്താ കാര്യം? കാര്യം മറ്റൊന്നുമല്ല. കാര്യം ഈ പറയുന്ന ആളുകളൊക്കെ നല്ല ഒന്നാം തരം വേശ്യ ഫാൻസാണ്. എന്തിനാ വേശ്യ ഫാൻസ് ആവണേ? വേശ്യ ഫാൻസായിട്ട് ഈ വേശ്യകളെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്താലാണ് നെയ്യപ്പം കഴിച്ചാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞ രീതിയിൽ മറ്റുള്ളവരെ വീഴ്ത്താനും കഴിയും, ഇവനിക്ക് യൂസ് ചെയ്യാനും പറ്റും. എന്ന് പറഞ്ഞാൽ നെയ്യപ്പം കഴിച്ചാൽ വയറും നിറയും, ആ കയ്യിലിരിക്കുന്ന എണ്ണ കാലിൽ തടവുകയും ചെയ്യാം. ഇതാണ് നെയ്യപ്പം കഴിച്ചാലുള്ള ഗുണം. അതുപോലെയാണ് ഈ വേശ്യ ഫാൻസുകാർ. ഇവരുടെ ഒരു രീതി എന്താണെന്ന് പറഞ്ഞാൽ ഇവരുടെ ആഗ്രഹം എന്താണെന്നറിയാമോ? കേരളത്തിലുള്ള എല്ലാ അമ്മമാരും എല്ലാ സഹോദരിമാരും ഇത്തരത്തിൽ വേശ്യകളായിരുന്നെങ്കിൽ എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതെന്തിനാ? അങ്ങനെ ആയാലേ എന്ന് പറഞ്ഞാൽ ബെഡക്കായാലേ തനിക്ക് കിട്ടൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകുമ്പോഴാണ് തനിക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ മെയിൻ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഈ വക ആളുകളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്തിനാ? ഇടയ്ക്ക് ഒരു സുഖം ഇവനിക്കും കിട്ടണം. ആ സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ നമ്മളാരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി എന്തെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞാൽ അവൻ മാങ്കൂട്ടം ഫാൻസാണ്, അവനിക്ക് ബുദ്ധിയില്ല, അവനിക്ക് വിവരമില്ല. ബുദ്ധി ഉള്ളത് കൊണ്ടാണ് സനീഷ് എന്താക്കിയത്, അത് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സ് പൂട്ടി വെച്ചിട്ട് പോയി. അവനിക്ക് ബുദ്ധിയുണ്ട്. കാരണം എന്താ? അവനിക്കറിയാം കമൻറ്റ് ബോക്സ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കഥ കഴിയും. അവൻ്റെ ഈ വെല്ലുവിളിയൊക്കെ പാളുന്നു മാത്രമല്ല, അവനിക്ക് വെല്ലുവിളി പാളുന്നതൊന്നല്ല അവൻ്റെ വിഷയം. അവനിപ്പോൾ പോയി പരാതി കൊടുത്തതും ഒരു ഫേസ്ബുക്ക് കാണുന്നു, ആ പോസ്റ്റ് കാണുന്നു. ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ട് വലിയ ചർച്ചയാവുകയോ അല്ലെങ്കിൽ 10 ദിവസം ആവുകയോ വലിയ വൈറലാവുകയോ ഒന്നും ചെയ്തില്ല. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു, ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ താഴെ വന്ന് മണിക്കൂറുകൾക്കകം പിറ്റേന്ന് രാവിലെ പോയിട്ട് പരാതി കൊടുക്കുന്നുണ്ടെങ്കിൽ സനീഷ് നിക്കറിൽ മുള്ളിയിട്ടുണ്ട് എന്നുള്ളതർത്ഥം. ആ സനീഷ് നിക്കറിൽ മുള്ളിയത് കൊണ്ടാണ് തിരിച്ചു വന്ന് നിയാസ് മലബാരിയെ വെല്ലുവിളിക്കുമ്പോഴും സനീഷ് എന്താക്കുന്നത്? കമൻറ്റ് ബോക്സ് പൂട്ടി വെക്കുന്നത്. കാരണം സനീഷിനറിയാം ഈ വെല്ലുവിളിക്കുമ്പോൾ കമൻറ്റ് ബോക്സ് പൂട്ടിയിട്ടില്ലെങ്കിൽ നിയാസ് മലബാരിയുടെ വോളിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ എഴുതേണ്ടി വരില്ല. തൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ നാറാനുള്ള കാര്യങ്ങൾ വരും എന്ന് പറഞ്ഞാൽ സനീഷിനറിയാം ഇത് പല്ലിൽ കുത്തി നാറ്റിക്കുന്ന ഏർപ്പാടാണ്. പല്ലിൽ ഇങ്ങനെ കുത്തി നോക്കുക, ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇങ്ങനെ കുത്തുക, എന്നിട്ട് അതിങ്ങനെ മണപ്പിച്ച് നോക്കിയിട്ട് അത് ആസ്വദിക്കും പോലെ ആകും ഈ സനീഷിൻ്റെ വെല്ലുവിളിക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സ് തുറന്നു വെച്ചാലുള്ള അവസ്ഥ എന്ന് സനീഷിനറിയാം. അപ്പോൾ സനീഷിന് ബുദ്ധിയുണ്ട്. ആ സനീഷ് പറയുന്നത് എന്താ? രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പറയുന്നവരൊക്കെ അവൻ്റെ മസ്തിഷ്കമൊക്കെ പറയുന്നത് മൊട്ടുസൂചിയുടെ ആ വലിപ്പമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. എന്താ കാര്യം? രാഹുൽ മാങ്കൂട്ടത്തിനെ ആരും പിന്തുണക്കാൻ പാടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ആരും ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. എന്താ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇവരുടെ അജണ്ടകൾ പൊളിയും. മാത്രമല്ല ചോദ്യങ്ങൾ ചോദിച്ചാൽ ഈ ബടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞാൽ വേശ്യയാക്കി ഊക്കുക. ബടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പദപ്രയോഗമാണ് വേശ്യയാക്കി ഊക്കുക. ഒരു മാനവും മര്യാദക്കും ജീവിച്ചു പോകുന്ന ഒരാളെ വേശ്യയാക്കുക. വേശ്യയാക്കിയാൽ എന്താ കാര്യം? വേശ്യയാക്കിയാൽ മറ്റവനെ വീഴ്ത്താനും കഴിയും, തനിക്ക് ഉപയോഗിക്കാനും പറ്റും, തനിക്ക് എൻജോയ് ചെയ്യാനും പറ്റും, തനിക്ക് ആസ്വദിക്കാനും പറ്റും. അതാണ് ബടക്കാക്കി തനിക്കാക്കുക, വേശ്യയാക്കി ഉപയോഗിക്കുക എന്ന് പറയുന്നത്. യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുക. യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്നതിൻ്റെ ആ യൂസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. യൂസ് ആൻഡ് ത്രോ, ഉപയോഗിച്ച് വലിച്ചെറിയുക. മനസ്സിലായില്ലേ? അതുപോലെ ആ യൂസാണ് ഇവിടെ പറയുന്ന വേശ്യയാക്കി ഉപയോഗിക്കുക എന്നതിലുള്ള ആ ഉപയോഗത്തിൻ്റെ അർത്ഥം യൂസ് ആൻഡ് ത്രോയിലുള്ള ആ യൂസിൻ്റെ അർത്ഥമാണ്. ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അർത്ഥം മാറിപ്പോകരുത്, അതിൻ്റെ സന്ദർഭം മാറിപ്പോകരുത്, അതിൻ്റെ
അതുകൊണ്ടാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് അടക്കം വളരെ വ്യക്തമാക്കിയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ചീഞ്ഞ് നാറുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് വെല്ലുവിളിക്കാൻ വന്ന സനീഷ് വളരെ ബുദ്ധിപരമായിട്ട് മാങ്കൂട്ടം ഫാൻസിനെയും ഈ പറയുന്ന നിയാസ് മലബാരിയെയും പേടിച്ച് തൂറി നിക്കറിൽ മുള്ളിയതിൻ്റെ ഫലമായിട്ടാണ് കമൻറ്റ് ബോക്സ് പൂട്ടി വെച്ചിട്ട് ഈ വെല്ലുവിളികൾ നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, ഓരോ ഗതികേടെ ഇപ്പോൾ ഗതികേട് എൻ്റെ പേരോ സനീഷ് ഇളയടത്ത് എന്ന് പറയേണ്ട ഗതികേടിലേക്ക് എത്തുക. രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിക്കും വേണം, എന്നാലേ എന്തുള്ളൂ ഒരു ആത്മസുഖം, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ കടിച്ച് കീറിയിട്ടുണ്ട് ഇവറ്റകളെ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിക്കണം. രണ്ടാമത്തെ കാര്യം PR നടത്തണം. മൂന്നാമത്തെ കാര്യം PR മര്യാദക്ക് നടത്തിയാലേ പോക്കറ്റിലേക്ക് പണം വരുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചെയ്യണം. പക്ഷേ ഇതൊക്കെ ചെയ്താൽ എന്താ പ്രശ്നം? അപ്പുറത്ത് ഒരു ബോംബ് ഏത് നിമിഷവും പൊട്ടാൻ തയ്യാറായി നിൽക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ അത് പൊട്ടും, നാറും, ചീഞ്ഞ് നാറും എന്നുള്ളത് ആർക്കുറപ്പുണ്ട്? സനീഷിന് തന്നെ ഉറപ്പുണ്ട്. അതുകൊണ്ട് സനീഷ് എന്ത് ചെയ്തു? ആദ്യം രാവിലെ തന്നെ പോയി ഒരു പരാതി കൊടുത്തിട്ട് നിർത്തിയോ? ഇല്ല. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു വെല്ലുവിളിച്ചിട്ട് നിർത്തിയോ? ഇല്ല. വെല്ലുവിളിച്ചിട്ട് അത് പോസ്റ്റ് ചെയ്ത് പോകുന്നതിന് മുമ്പ്, ഷെയർ നൗ, പോസ്റ്റ് നൗ എന്നടിക്കുന്നതിന് മുമ്പ് സനീഷ് എന്ത് ചെയ്തു? കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചു. എന്നിട്ട് അത് ഷെയർ നോ അടിച്ചിട്ട് പോയി. അവിടെയും നിർത്തിയോ? ഇല്ല. അത് കഴിഞ്ഞ് നേരെ പോയിട്ട് തൻ്റെ സുഹൃത്തുക്കൾ, നിയാസ് മലബാരിയുമായി ബന്ധമുള്ള തൻ്റെ ചില സുഹൃത്തുക്കളെ, കുറേ കാലമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഇരിക്കുന്ന സുഹൃത്തുക്കളാണ്, എന്നാലും വേണ്ടില്ല, നിയാസ് മലബാരിയെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. അവന് ഏതോ ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് അവനെ ഒന്ന് കോംപ്രമൈസ് ഉണ്ടാക്കണം. അവൻ്റെ കയ്യിലുള്ള ബോംബ് ഏത് തരം ബോംബാണ്? അത് പാനൂരിലെ ബോംബാണോ, SFI ബോംബാണോ, കരിയോയിൽ ബോംബാണോ, DYFI ബോംബാണോ, അത് ന്യൂസ് റൂം ബോംബാണോ, അല്ല ഇന്ത്യ വിഷൻ ബോംബാണോ, അല്ല റിപ്പോർട്ടർ ബോംബാണോ, ഏത് ബോംബാണ് എന്നുള്ളതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും വേണം. ബോംബ് പലവിധമുണ്ടല്ലോ. ഇപ്പോൾ കണ്ണൂർ ബോംബുണ്ട്, തലശ്ശേരി ബോംബുണ്ട്, പാനൂർ ബോംബുണ്ട്. അപ്പോൾ ഏത് ബോംബാണെന്നുള്ളത് അറിയണം. അതാണ് നിയാസ് മലബാരി ഈ പറയുന്ന സനീഷിൻ്റെ ലക്ഷ്യം. അങ്ങനെയാണ് സനീഷ് പരാതി കൊടുക്കുന്നു, ഫേസ്ബുക്കിൽ വന്ന് വെല്ലുവിളിക്കുന്നു, കമൻറ്റ് ബോക്സ് പൂട്ടിവെക്കുന്നു, ഉടനടി സുഹൃത്തുക്കളെ കോണ്ടാക്ട് ചെയ്യുന്നു, സൗദിയിലുള്ള നിയാസിനെ കോണ്ടാക്ട് ചെയ്യാൻ പറയുന്നു. നിയാസിൻ്റെ കയ്യിലുള്ള ബോംബ് അത് ഏത് ബോംബാണെന്ന് ഒരു അന്വേഷണം നടത്തുന്നു. ഇപ്പം നിയാസ് പറഞ്ഞത് എന്തായാലും നാറാൻ തീരുമാനിച്ച് ഒന്ന് സബൂറാക്ക്. കാരണം റമളാനിൻ്റെ അവസാനത്തെ 10 ആ അവസാനത്തെ 10 ആയതുകൊണ്ട് ചിലതൊക്കെ പറയാം, എന്നാലും ഒരു കടന്നാക്രമണം ശരിയല്ലാത്തത് കൊണ്ട് ഇനി ഒരു 5-8 ദിവസം, ഇനിയിപ്പോൾ ഞാൻ കൃത്യമായി പറഞ്ഞാൽ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ദിവസം, അടുത്ത വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ചയോടുകൂടി ഈ പുണ്യമാക്കപ്പെട്ട മാസം അവസാനിക്കും. അപ്പോൾ അതൊന്ന് കഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞിട്ട് ഏത് ബോംബാണെന്നും എവിടെയാണ് പൊട്ടിക്കുന്നതെന്നും എത്രത്തോളം പ്രഹരശേഷി ഉണ്ടാകുമെന്നുള്ള കാര്യമൊക്കെ അപ്പം പറയാം എന്ന് ആര് പറഞ്ഞു? റിയാസ് പറഞ്ഞു, നിയാസ് പറയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പായി, സനീഷിന് ഒരു കാര്യം ഉറപ്പാ, നാറുമെന്നല്ല ചീഞ്ഞ് നാറുമെന്നുറപ്പുള്ള സനീഷ് വെല്ലുവിളിക്കുന്നത് കമൻറ്റ് ബോക്സ് പൂട്ടിയിട്ടാ. കമൻറ്റ് ബോക്സ് പൂട്ടിയിട്ട് വെല്ലുവിളിച്ചതും പോരാഞ്ഞിട്ട് സുഹൃത്തുക്കളെ പറഞ്ഞു വിട്ട് എന്താണ് നിയാസിൻ്റെ ഉദ്ദേശം, നിയാസിൻ്റെ കയ്യിലുള്ള ആയുധം എന്താണെന്നറിയാനുള്ള ഒരു വല്ലാത്ത ക്യൂരിയോസിറ്റിയിലാണ് സനീഷ് ഉള്ളത്. എന്തായാലും സനീഷെ കാത്തിരിക്കുക, ഒരു 1 വീക്ക്, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ.